ലോകത്തെ ആവേശത്തിലാക്കി പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയുന്നു. അതിനിടെ ഫ്രാൻസിലെ അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം നടന്നത് ഒളിമ്പിക്സ് അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് വിലയിരുത്തൽ. റെയിൽവേ ലൈനിന് തീവയ്പടക്കമുള്ള സംഭവങ്ങൾ നടന്നതായും ഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുത്തിയതായും ട്രെയിൻ ഓപ്പറേറ്റർ SNCF അറിയിച്ചിട്ടുണ്ട്. ട്രെയിൻ നെറ്റ്വർക്കിനെ തളർത്തുന്നതിനുള്ള ആക്രമണമാണെന്നും SNCF വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ നിരവധി റൂട്ടുകൾ റദ്ദാക്കേണ്ടി വരുമെന്നും അറ്റകുറ്റപ്പണികൾക്ക് സമയമെടുക്കുമെന്നും SNCF പറഞ്ഞു. ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയും റദ്ദാക്കേണ്ടിയും വരുമെന്ന് SNCF പ്രസ്താവനയിൽ പറയുന്നുണ്ട്. യാത്രകൾ മാറ്റിവെക്കാനും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് മാറി നിൽക്കാനും SNCF യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. 7500 അത്ലറ്റുകളും 3 ലക്ഷത്തോളം കാണികളും VIP-കളും പങ്കെടുക്കുന്നതാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ്. അതിനിടയിലുണ്ടായ ആക്രമണത്തിൻ്റെ അമ്പരപ്പിലാണ് പാരീസ്. ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ മുഴുവൻ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഒളിമ്പിക്സിന് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ നിന്നടക്കമുള്ള K9 സ്ക്വാഡ് ഉൾപ്പെടെ സുരക്ഷയ്ക്കായി പാരീസിലെത്തിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ റഷ്യ അടക്കമുള്ള ചില രാഷ്ട്രങ്ങൾ സംശയനിഴലിൽ ആയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഒളിമ്പിക്സിൻ്റെ നടത്തിപ്പ് സോഫ്റ്റ്വെയറിന് നേരെ റഷ്യൻ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒളിമ്പിക്സ് അട്ടിമറിക്കാൻ റഷ്യ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ആഴ്ചകൾക്ക് മുമ്പ് അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു. ഒപ്പം ഭീകരാക്രമണ സാധ്യതയും മുന്നിൽ കണ്ടായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന പരിപാടി തുറന്ന വേദിയിൽ നടത്തുന്നത്. സെൻ നദിയും ഉദ്ഘാടനം നടക്കുന്ന ട്രക്കാഡറോ പരിസരവും ചടങ്ങിന് ഒരാഴ്ച മുമ്പ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരുന്നു. സമീപ വർഷങ്ങളിൽ ഫ്രാൻസിൽ പലതരം ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പാരീസ് ഒളിമ്പിക്സ് അരങ്ങേറുന്നത്.